കണ്ണൂരിൽ നടന്ന UDF വിചാരണ സദസ്സിൽ നിവേദനവുമായി എത്തിയ ഭിന്നശേഷിക്കാരിയായ 21-കാരി ദിജിഷയ്ക്ക് നൽകാമെന്നേറ്റ മുച്ചക്ര വാഹനം PK കുഞ്ഞാലിക്കുട്ടി MLA കൈമാറി. കാലിന് സ്വാധീനമില്ലാതെ നടക്കാൻ പറ്റാത്ത ദിജിഷ സ്വന്തമായ ഒരു മുച്ചക്ര വാഹനത്തിനായി വർഷങ്ങളായി പല വാതിലുകളും മുട്ടുന്നു. പല ഒഴിവ് കഴിവുകളും പറഞ്ഞ് അധികൃതർ എല്ലായ്പ്പോഴും തിരിച്ചയക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് താനൂരിലെ വിചാരണ സദസ്സിനെ കുറിച്ച് അറിഞ്ഞ ദിജിഷ നിവേദനവുമായി എത്തുന്നത്. വളരെ പ്രയാസപ്പെട്ട് സദസ്സിലേക്ക് കടന്നു വന്ന യുവതിയുടെ അടുത്തേക്ക് PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള UDF നേതാക്കൾ വേദിയിൽ നിന്നിറങ്ങി വന്ന് സങ്കടം കേൾക്കുകയായിരുന്നു. ആവശ്യം അറിഞ്ഞ ഉടനെ UDF നേതാക്കളെ സാക്ഷി നിർത്തി PK കുഞ്ഞാലിക്കുട്ടി വാഹനം നൽകാമെന്ന് ഉറപ്പു നൽകുകയായിരുന്നു. അവസാനം തന്റെ ആഗ്രഹം നിറവേറ്റിയ സന്തോഷത്തിലാണ് ദിജിഷ മടങ്ങിയത്. ആ സ്വപ്നമാണ് PK കുഞ്ഞാലിക്കുട്ടി MLA പൂവണിഞ്ഞത്. ഇത്രയും കാലം സ്വന്തം കാര്യങ്ങൾക്ക് പോലും യാത്ര ചെയ്യാൻ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട അവസ്ഥയായിരുന്നു. ഇനി എനിക്ക് സ്വന്തമായി ആരുടെയും ആശ്രയമില്ലാതെ യാത്ര ചെയ്യാം, സന്തോഷം മറച്ചുവെക്കാതെ ദിജിഷ പറഞ്ഞു. PK കുഞ്ഞാലിക്കുട്ടി MLA കാരാത്തോട് വസതിയിൽ വെച്ചാണ് വാഹനം കൈമാറിയത്. നമ്മൾ ഏത് കാര്യത്തിലും സർക്കാരിനെ കാത്തു നിന്നാൽ ചിലപ്പോൾ കാര്യം നടക്കൂല എന്നുള്ള ഒരു സ്ഥിതി കേരളത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജനസദസ്സുകളിലൊക്കെ വന്ന കാര്യങ്ങളിൽ പരിഹരിക്കാവുന്ന സംഗതികൾ പരിഹരിച്ച് കൊടുക്കണം എന്നാണ് UDF പൊതുവിൽ കൊണ്ടിരിക്കുന്ന നിർദ്ദേശം. നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം. പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും. Dubai Golden Diamonds, Pride of Generations, India, Oman, Bahrain.